വെനീസിലെ ജലനഗരം കണ്ടുപിടിച്ച വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാൻ ആയിരുന്നു. എന്നാൽ അത് കൃത്യമായി എങ്ങനെ നിർമ്മിച്ചു? ഒന്നാമതായി, വെനീസിലെ മണ്ണ് വളരെ മൃദുവായതിനാൽ അതിനെ ശക്തിപ്പെടുത്തുന്നതിനായി എഞ്ചിനീയർമാർ ധാരാളം മരക്കൂമ്പാരങ്ങൾ നിലത്തേക്ക് ആഴത്തിൽ ഇടാൻ തീരുമാനിച്ചു. പിന്നീട് അവർ കൂമ്പാരങ്ങളുടെ മുകൾ ഭാഗം വെട്ടി മുകളിൽ മരപ്പലകൾ സ്ഥാപിച്ച് അടിത്തറ ഉണ്ടാക്കി. അടുത്തതായി, അവർ അടിത്തറയ്ക്ക് മുകളിൽ കല്ലുകട്ടകൾ സ്ഥാപിച്ചു. മരക്കൂമ്പാരങ്ങൾ വായുവിൽ എത്താതിരിക്കാൻ അവ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി. ഇത് മരം ചീഞ്ഞൊഴുകുന്നത് തടയുകയും അതിന്റെ ആയുസ് വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അടിത്തറകളിൽ അമിതഭാരം ഉണ്ടാകാതിരിക്കാൻ കെട്ടിടത്തിന്റെ ഉയരം 3 നിലകളിൽ കൂടരുത് എന്ന് കർശനമായി പരിമിതപ്പെടുത്തി. മരത്തിൽ നിന്ന് വസ്തുക്കൾ ശക്തമായ ചുവന്ന ഇഷ്ടികകളും കുമ്മായ മോർട്ടാറുമായി നവീകരിച്ചു. ഇത് ഘടനകളെ പാറ പോലെ സ്ഥിരതയുള്ളതാക്കി. കൂടുതൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ ദ്വീപുകൾക്കിടയിലുള്ള യാത്ര ബുദ്ധിമുട്ടായി. അതിനാൽ എഞ്ചിനീയർമാർ സമാനമായ ശക്തിപ്പെടുത്തൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരവധി കമാനാകൃതിയിലുള്ള പാലങ്ങൾ നിർമ്മിച്ചു.